ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ തുല്യതയിലേക്ക് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നായിരുന്നു. നമുക്ക് കുറച്ച് ഇൻഈക്വാലിറ്റീസ്, അസമത്വങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് എന്താണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്ന കുറച്ച് പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയും അല്ലെ. ഇതെന്താണ് എൻഷുർ ചെയ്യുന്നത്? 100 ഡേയ്സിൽ വർക്കിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു സാമ്പത്തിക വർഷത്തിൽ 100 ദിവസം എന്താണ് ജോലി ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്? തൊഴിലുറപ്പ് പദ്ധതി അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കോ, ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. ഓക്കെ, അതായത് ജോലി ഇല്ലാത്തവർക്ക് നല്ലൊരു സ്കീമാണ് എന്ത്? ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പദ്ധതി എന്താണ്? ദാരിദ്ര്യ ലഘൂകരണത്തിന് എന്താണ് സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ലൈഫ് മിഷൻ. അപ്പൊ ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജീവനം പദ്ധതി. അതായത് എന്താ? വീടില്ലാത്തവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ ഒരു വീട് വെച്ച് കൊടുക്കുക എന്നതാണ് എന്താ ലൈഫ് മിഷൻ പദ്ധതി. അഥവാ എന്താണ്? യെസ്, ജീവനം. അഥവാ മലയാളത്തിൽ നിങ്ങൾക്ക് ലൈഫ് മിഷൻ എഴുതാം, അല്ലെങ്കിൽ ജീവനം പദ്ധതി എഴുതാം കേട്ടോ. ആ ഒരു പദ്ധതി കേരളത്തിലെ വീടില്ലാത്തവർക്ക് സുരക്ഷിതവും പിന്നെയോ മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? സേഫ് ആൻഡ് ഡീസന്റ് ഹൗസിംഗ് സിസ്റ്റം. സേഫ് ആയിട്ടും പിന്നെ എന്താണ്? നല്ല മാന്യമായ രീതിയിലുള്ള ഒരു പാർപ്പിട സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? ലൈഫ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം തീരമൈത്രി. അതായത് നമ്മുടെ മുഖ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലെ, അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബത്തിലെ വനിതകളെ സംരംഭകരാക്കുക അല്ലെ. അവരെന്താണ്? എന്റർപ്രണേഴ്സ് ആക്കുക എന്നതാണ് തീരമൈത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഏതാ? കൈവല്യ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? യെസ്, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. ഓക്കെ, ഭിന്നശേഷിക്കാർക്കാണ്. ദിസ് ഈസ് റിഹാബിലേഷൻ സ്കീം implemented by the government of Kerala for differently able job seekers. അതെന്താണ് പറയുന്നത്? യെസ്, എന്താണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? കൈവല്യ എന്ന് പറയുന്നത്. ഇനി വിദ്യാവാഹിനി എന്താണ്? യെസ്, നമ്മുടെ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ്? സ്കൂളിലേക്ക് പോകാൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് യെസ്, ഇതിന്റെ ലക്ഷ്യം, വിദ്യാവാഹിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് വിദ്യാവാഹിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇത്രയും പദ്ധതികളാണ് നമുക്ക് ദാരിദ്ര്യ ലഘൂകരണത്തിനും പിന്നെയോ സമൂഹത്തിൽ എന്താണ് അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ചെയ്യുന്നതായിരിക്കും. ബൈ.